വൺ പ്ലസിന്റെ വൺ പ്ലസ് പാഡ് പ്രോ എന്ന പുതിയൊരു ടാബ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് പാഡ് പ്രോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വൺ പ്ലസ് പാഡ് പ്രോയിൽ 12.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വന്നേക്കാം. 3K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് നല്ല റെസൊല്യൂഷനൊക്കെ വന്നേക്കാം. LCD പാനലായിരിക്കും ഇതിൽ വരിക. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. 7:5 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം ഈ ഒരു ടാബിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വന്നേക്കാം. പിന്നെ ഈ ഒരു ടാബിൽ സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് കീബോർഡും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ കഴിയേണ്ടതാണ്. പിന്നെ ഈ ടാബിന്റെ സ്പേസ് ഗ്രേ എന്നുള്ള ഒരു കളർ വേരിയന്റ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ആ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിന് ഇതിൽ വരുന്നതായിരിക്കും. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ 16GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 8 സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിന്റെ പിന്നിൽ 13 മെഗാ പിക്സൽ ക്യാമറ സെൻസർ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. പിന്നെ ടാബ് എന്നുള്ള ഡിവൈസ് തന്നെ പൊതുവേ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ല. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെ മതി. ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ മെയിനായിട്ട് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 9510 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വന്നേക്കാം. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ടാബ്ലറ്റ് ചിലപ്പം ചൈനീസ് മാർക്കറ്റിലായിരിക്കും വൺ പ്ലസ് പാഡ് പ്രോ എന്ന പേരിൽ ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വൺ പ്ലസ് പാഡ് 2 എന്ന പേരിൽ ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഓപ്പോ പാഡ് 3 എന്നൊരു ടാബ്ലറ്റിന് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബ് ആ ഒരു ടാബിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും രണ്ട് ടാബുകളിലും വരിക. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 27 ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ പിന്നീട് ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യൻ മാർക്കറ്റിലെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വലിയ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 50,000-55,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പം ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വൺ പ്ലസിന്റെ വൺ പ്ലസ് പാഡ് പ്രോ എന്ന പുതിയൊരു ടാബ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.